ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയാവുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആന്റിനേറ്റൽ പീരിയഡ് അഥവാ ഗർഭാവസ്ഥയിൽ നമ്മൾ പ്രത്യേകം ചില കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഉണ്ട്. ദാറ്റ് മീൻസ് ദ ഡൂസ് ആൻഡ് ഡോൺസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരു ആരോഗ്യവതിയായിട്ടുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ ഒരു ആരോഗ്യവതിയായിട്ടുള്ളതോ അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ. പ്രഗ്നൻസിയെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലവർക്കും അതിനെ പറ്റിയിട്ട് പല മിഥ്യാധാരണകളാണുള്ളത്. ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇത്രയധികം വെയിറ്റ് കൂടണം. പക്ഷെ ആ മിഥ്യാധാരണകളെല്ലാം നമ്മൾ വെക്കുക എന്നത് നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ആ സ്ത്രീക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഒരു 300 കാലറി ആണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ സാധാരണ പറഞ്ഞു കാണാറുള്ളത്. 300 കാലറി അടങ്ങിയിട്ടുള്ള ഡയറ്റാണ് വേണ്ടത്. അതായത് പല സമയങ്ങളിലും നമ്മൾ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും 9 മാസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ 3 ട്രൈമസ്റ്ററിലേക്കാണ് മാറ്റുക. ആദ്യത്തെ 3 മാസം, നടുവിലത്തെ 3 മാസം, ഏറ്റവും അവസാനത്തെ 3 മാസം. അങ്ങനെയാണ് ഈ ട്രൈമസ്റ്റേഴ്സ് എന്ന് നമ്മൾ ഈ സാധാരണ പറയുന്നത്. ഈ മൊത്തത്തിൽ ഈ 9 മാസത്തിൽ മൊത്തത്തിൽ നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ശരാശരി 10 മുതൽ 12 kg വെയിറ്റ് മാത്രമേ കൂടാൻ പാടുള്ളൂ. അതിൽ കൂടുതലോ അതിൽ കുറവാകാനോ പാടില്ല. അപ്പം നമ്മൾ മിക്ക സ്ത്രീകളും പല ആഹാരങ്ങൾ കഴിക്കില്ല. പണ്ടത്തെ സ്ത്രീകൾ എല്ലാവരും പറയും, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്, അപ്പോൾ 2 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. നല്ല പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ, അയൺ കണ്ടന്റ് ഉണ്ടായിരിക്കണം, അതേമാതിരി കാൽഷ്യം കണ്ടന്റ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി DHA അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈ DHA അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എന്തിന് കഴിക്കണം? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ DHA എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മോളിക്യൂളായിട്ട് മാറിയിരിക്കുകയാണ്. ചിലവർ പറയുമല്ലോ, സമയമെത്താതെ പ്രസവിക്കുക അല്ലെങ്കിൽ പ്രീ ടേം ഡെലിവറി വേണ്ടിയിട്ട് DHA അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുക. ഇപ്പോഴത്തെ ഇപ്പോൾ ഫോളിക് ആസിഡിലാണെങ്കിലും ശരി, ഇപ്പം നമ്മൾ DHA അടങ്ങിയിട്ടുള്ള ഫോളിക് ആസിഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേമാതിരി പ്രോട്ടീൻ പൗഡേഴ്സ് വിത്ത് DHA ഉള്ളതാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അതേമാതിരി കുട്ടിയുടെ ബുദ്ധിയുടെ വികസനത്തിനും ഈ DHA വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ പോലും നമ്മൾ ഈ DHA അടങ്ങിയിട്ടുള്ള അയണും കാൽഷ്യവും സപ്ലിമെന്റ്സ് നമ്മൾ കഴിച്ചിരിക്കണം. DHA അടങ്ങിയിട്ടുള്ള ഈ മദേഴ്സ് ഹോളിക്സ് ആണെങ്കിൽ ശരി, പ്രോട്ടോജൻ മാവ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പം വിപണിയിൽ ഒത്തിരി തന്നെ ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.